കൊല്ലത്തൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച് കുളമാക്കിയ റോഡ് ഇന്ന് നാട്ടുകാർക്ക് തലവേദനയാണ്. ആലാട്ടുകാവ് ക്ഷേത്രം പൂമുഖത്ത് റോഡാണ് കുണ്ടും കുഴിയുമായത്. 2 ആണ്ട് പിന്നിടുകയായിരുന്ന ഈ അവസ്ഥയായിട്ട് ഇതുവഴി ഓട്ടോ പോലും സർവീസ് നടത്തുന്നില്ല. മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. മഴക്കാലത്തിന് മുൻപേ റോഡ് ടാർ ചെയ്തു തരണമെന്ന ആവശ്യവും നടപ്പാക്കിയിട്ടേയില്ല. വാട്ടർ അതോറിറ്റിയും KSEBയും നൽകിയ സമ്മാനമാണ് ഈ ചെളിവെള്ളം. ആലാട്ടുകാവ് പൂമുഖത്ത് റോഡാണ് ഇങ്ങനെ ചെളിവെള്ളമായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായത്. വെട്ടിപ്പൊളിച്ചവരാരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതോടുകൂടി നാട്ടുകാരും ദുരിതത്തിലായി. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കാൽനട യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോ സർവീസ് പോലും ഇല്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം 2 വർഷമായി ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ആരോടോ എന്നുള്ള പക തീർക്കുന്നത് പോലെയാണ് 2 അധികൃതർ, അതായത് KSEB ആണ് ആദ്യം ഈ റോഡ് വെട്ടിപ്പൊളിച്ചത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡ് അത് ആദ്യം KSEB വെട്ടിപ്പൊളിക്കുന്നു. പിന്നീട് അത് നന്നാക്കിയതിന് ശേഷം വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ വേണ്ടി അവർ വെട്ടിപ്പൊളിക്കുന്നു. അങ്ങനെ മത്സരിച്ച് വെട്ടിപ്പൊളിച്ച റോഡാണ്. ഇതിനു മുൻപ് പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ടാർ ചെയ്ത് മാസങ്ങൾ മാത്രമായ റോഡായിരുന്നു ആദ്യം KSEB പൊളിച്ചത്. പിന്നീട് വാട്ടർ അതോറിറ്റി പൊളിക്കുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് വലിയ ദുരിതത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. ആദ്യം KSEBയുടെ ഇതാണ് പൊളിച്ചത്. അതിനുശേഷമാണ് വാട്ടർ അതോറിറ്റിയുടെ റോഡിൻ്റെ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് പൊളിച്ചത്. അതിനുശേഷം കോർപ്പറേഷൻ അധികാരികൾ ആരും തന്നെ ഇത് ശ്രദ്ധിക്കുകയോ ഇവിടുത്തെ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങളോ കോർപ്പറേഷൻ്റെ തലത്തിൽ നിന്നോ കൗൺസിലിൻ്റെ തലത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല. കൗൺസിലറെ കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഇവിടെ എല്ലാ പേപ്പറിനകത്തും ഓടകൾ വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു വലിയ ഓട പോയിടുന്നുണ്ട്. ഈ ഓട വൃത്തിയാക്കുന്ന ഡെപ്യൂട്ടി മേയറിലേക്ക് വരച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ഇവിടെ ഈ ആലട്ടാവിൽ മുട്ടൊരു പ്രശ്നമായത്. ഇന്നലെ ഇവിടെ ഒരു ബൈക്കുകാരൻ തെന്നി വീണു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. അതെ, തെന്നി വീണ ബൈക്കുകാരൻ മാത്രമല്ല, വേറെ ഒരു പെൺകുട്ടിയായിട്ട് ഇന്നാൾ വന്ന് വീണു ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഗതി. ഇത് അല്പം ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒരു 300 മീറ്റർ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ റോഡ് ഇവിടെ എത്തുന്നതിനുള്ള കാരണം, ഇന്നലെ ഇവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ, കുടുംബമായി സഞ്ചരിക്കുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ തെന്നി വീണിരുന്നു. അതിനു മുമ്പ് നിരവധി പേർ ഈ വെള്ളം നിറഞ്ഞതുകൊണ്ട്, ചെളി കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഈ കുഴിയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് പകൽ ഇവിടെ മഴ പെയ്യാത്തത് കൊണ്ടാണ് അത്രത്തോളം വെള്ളത്തിൻ്റെ കാഠിന്യം മനസ്സിലാകാത്തത്. പക്ഷേ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ റോഡിൽ ഓവുചാലൊന്നും, നമുക്ക് 2 സൈഡും ദൃശ്യങ്ങളിലൂടെ മനസ്സിലാവും, ഓവുചാലൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് അപകടമാണ്. അങ്ങനെ 2 വീലർ അടക്കം ഈ വഴിയിൽ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. അതുകൊണ്ട് ഈ ആലാട്ടുകാവ് പൂമുഖത്ത് റോഡുകാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ ഇവർക്ക് ഈ റോഡ് റീടാർ ചെയ്ത് കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.